തുടങ്ങിയ എല്ലാ നേതാക്കളും സ്ഥലത്തെത്തിയ വിവരം ഒരിക്കൽ കൂടി നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തണം. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന്റെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ മഹബ്ബത്ത് വെച്ചത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അഫ്ളലുൽ ബശർ ബഅദൽ അംബിയാഇ അല തഹ്ഖീഖ്. എല്ലാ നബിമാരെ കഴിച്ചാൽ സകലമാന മുഅ്മിനീങ്ങളുടെ ഈമാനും ഒരു തട്ടിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനും മറ്റേ തട്ടിലും വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിക്ക് ഭാരം കൂടുകയാണ്, കനം കൂടുകയാണ്. സ്വഹാബത്ത് പറയുന്നു, ഇമാമുമാർ വിശദീകരിച്ചു തരുന്നു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇബാദത്ത് എടുത്ത ആളല്ല, ഏറ്റവും കൂടുതൽ ഖലീഫയായി നിന്നതല്ല. ഒരുപാട് സുന്നത്ത് നോമ്പ് അഥവാ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പെടുത്തത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ല. പക്ഷേ എല്ലാവരെക്കാളും സ്ഥാനം കൂടുതൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനാണ്. അതിന് പണ്ഡിതന്മാർ ഏകോപിച്ചതിന് മറുപടി പറയുന്നു, എല്ലാത്തിനും കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ്. മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വേളയിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുമ്പിൽ നടക്കുന്നു, റസൂലുള്ളാഹിന്റെ പിന്നിൽ നടക്കുന്നു, റസൂലുള്ളാഹിന്റെ ഇടത്തും വലത്തുമായി റസൂലുള്ളാഹിന്റെ കാവലായും കൊണ്ട് നടക്കുകയാണ്. ചെറുപ്പക്കാരനല്ല, 52 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏകദേശം പ്രായമുള്ള അഥവാ 50 വയസ്സുള്ള വെറും 2.5 വയസ്സിന് മാത്രം ചെറുതുള്ള ചെറുപ്പക്കാരനല്ല, 50 വയസ്സ് കഴിഞ്ഞ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൂടെ ഹിജ്റ പോവുകയാണ്. അങ്ങ് ദാഹിച്ച് വലഞ്ഞ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സ്ഥലത്തിരുത്തി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കാടും മലയും താണ്ടി ദാഹം തീർക്കാൻ വേണ്ടി എവിടെന്നാണ് വെള്ളം കിട്ടുക, എവിടെന്നാണ് ദാഹം തീർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലതും കിട്ടുക എന്ന് അന്വേഷിച്ചുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നടക്കുകയാണ്. അങ്ങനെ ഒരുപാട് നടന്നതിന് ശേഷം ആരോ ഒരു ആട്ടിടയനെ കാണുകയാണ്. അവിടെ നിന്ന് കുറച്ച് ആട്ടിന്റെ പാല് കൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞുപോയി, പിന്നാര ഹബീബേ, എന്റെ വയറ് നിറഞ്ഞു ഹബീബേ. നോക്കണം, 50 വയസ്സ് കഴിഞ്ഞ മധ്യവയസ്സ് കഴിഞ്ഞ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എത്രയോ നടന്ന് വെയിലേറ്റ് നടന്ന് ക്ഷീണിച്ചിട്ട് വെള്ളം കുടിച്ചിട്ടില്ല. ഒരിറ്റ് വെള്ളം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റേക്ക് പോയിട്ടില്ല. എത്രയോ ദൂരെ നിന്ന് തേടിക്കൊണ്ടുവന്ന ആ പാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിച്ചപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, പുന്നാര നബിയേ, എന്റെ വയറ് നിറഞ്ഞു നബിയേ. റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് എത്രമാത്രമാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഇതുകൊണ്ട് തന്നെയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹ്ഖീഖ്, എല്ലാ മനുഷ്യരെക്കാളും ഈമാൻ കൂടിയവരായത്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനി വന്നാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പനി വരികയാണ്, പനിക്കുകയാണ്. നബി തങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ കൂടുതൽ വിഷമം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. ഇസ്ലാമിക പ്രചാരണത്തിന്റെ തുടക്കത്തിൽ മക്കയിൽ ശത്രുക്കൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അടിച്ച് നിലത്തിടുകയാണ്. ഇസ്ലാമിന് വേണ്ടി പ്രബോധനം നടത്തിയതിനു വേണ്ടി
ഒരുപാട് ക്രൂരമായ മർദ്ദനങ്ങൾ സഹിക്കേണ്ടി വന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീണുപോയി. മക്കയിൽ ബോധം കെട്ട് വീണപ്പോ വൈകുന്നേരം ബോധം തെളിഞ്ഞപ്പോൾ വീട്ടുകാർ വെള്ളം കൊടുക്കുകയാണ്, വീട്ടുകാർ സമാശപ്പെടുത്തുകയാണ്, അവിടെ നിന്ന് ആശ്വസിപ്പിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, ബോധരഹിതനായി കുറെ സമയം കഴിഞ്ഞ് ബോധം തിരിച്ചു കിട്ടിയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് വെള്ളം വേണ്ട, എനിക്ക് വെള്ളം വേണ്ട, എനിക്ക് ഭക്ഷണം വേണ്ട, എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എനിക്ക് കാണണം. നബി തങ്ങളെ കണ്ടതിന് ശേഷമല്ലാതെ എനിക്ക് വെള്ളം വേണ്ട, നബി തങ്ങളെ കണ്ടതിന്റെ ശേഷമല്ലാതെ എനിക്ക് ഭക്ഷണം വേണ്ട, നബി തങ്ങളെ കണ്ടതിന്റെ ശേഷമല്ലാതെ എനിക്ക് ഭാര്യ മക്കളെ കാണേണ്ടതില്ല എന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എല്ലാം നബി തങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. തന്റെ ജീവിതം മുഴുവനും ഇസ്ലാമിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച മഹാനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത്രമാത്രം ബഹുമാനിച്ചതുകൊണ്ട് മാത്രം, റസൂലുള്ളാഹിനെ ഇഷ്ടം വെച്ചതുകൊണ്ട് മാത്രം, സഹാബത്തിന്റെ കൂട്ടത്തിൽ എന്നല്ല എല്ലാ സകലമാന മനുഷ്യരുടെ കൂട്ടത്തിൽ നബിമാര് കഴിച്ചാൽ നമ്പർ 1 ഒന്നാം സ്ഥാനത്ത് സിദ്ദീഖുൽ അക്ബർ എത്തുകയാണ്. അല്ലാഹുവേ, അവിടുത്തെ ആ ഹക്ക് ജാഹ് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. റോഡ് വക്കിലും മറ്റും ഇരിക്കാതെ എല്ലാവരും ഈ സദസ്സിൽ വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം
ബഹുമാനപ്പെട്ട മള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഉസ്താദിന്റെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് വെച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ പുകഴ്ത്തിക്കൊണ്ട് ആരെങ്കിലും മഹബ്ബത്ത് വെച്ചാൽ അവനിക്ക് നഷ്ടപ്പെടേണ്ടി വരില്ല, അവന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടേണ്ടി വരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്ര കണ്ട് മഹബ്ബത്ത് വെക്കുന്നുവോ അത്രയും അവനിക്ക് ദുനിയാവിലും ആഖിറത്തിലും അത് ഉപകരിക്കുകയാണ്. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണമായി മഹബ്ബത്ത് വെക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ചത് കൊണ്ട് മാത്രമാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് സ്ഥാനം കിട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ചത് കൊണ്ട് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നു, എന്റെ സ്വർഗത്തിലുള്ള ഖലീൽ. അതുപോലെ തന്നെ എവിടെ നോക്കിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൽക്കുന്നത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവാണ്. ഹിജ്റ വേളയിലും അതുപോലെ തന്നെ മറ്റുള്ള സന്ദർഭങ്ങളിലെല്ലാം, ഇപ്പോൾ റൗള ശരീഫിലായാലും നാളെ അവസാനം പുനർജന്മനത്തിന്റെ സമയത്തായാലും മഹ്ശറയിലായാലും സ്വർഗത്തിലായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ നിൽക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിഷമം വരുമ്പോൾ അവിടുന്ന് കരയുന്ന മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമത്തു സുഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹയുടെ കല്യാണ ദിവസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കല്യാണ ദിവസം അലി റളിയല്ലാഹു അൻഹു, പാവപ്പെട്ട ഭർത്താവായ ഫഖീറായ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു വന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹുക്ക് കൊണ്ടുവന്ന വസ്ത്രം അത് കീറി തുന്നി പിടിപ്പിച്ച അത്രയും വിഷമകരമായ അവസ്ഥയിലായിരുന്നു അലി റളിയല്ലാഹു അൻഹു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോളുടെ വസ്ത്രം കണ്ടിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിടന്ന് കരയുകയാണ്. എല്ലാവരും കല്യാണ ദിവസം സന്തോഷിക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പുറത്തു നിന്ന് കരയുകയാണ്. അവിടുന്ന് വലിയ വലിയ സ്വഹാബത്തൊക്കെ വിളിക്കുന്നു, എന്താണ് സിദ്ദീഖേ നിങ്ങൾ കരയുന്നത്? എന്തു പറ്റി സിദ്ദീഖേ നിങ്ങൾ വിഷമിക്കുന്നത്? ആര് വിളിച്ചു പുറത്തു പോയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആര് വിളിച്ചിട്ടും വരുന്നില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഇറങ്ങുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, എന്താണ് അബൂബക്കറേ പ്രശ്നം? എന്താണ് നിങ്ങൾക്കുള്ള വിഷമം എന്തെന്ന് ചോദിച്ചപ്പോൾ, അങ്ങയുടെ മകൾ സ്വർഗത്തിന്റെ റാണിയായ സയ്യിദത്തിന്റെ സയ്യിദുമാരുടെ ഉമ്മയായ ഫാത്തിമത്തു സുഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹക്ക് കൊണ്ടുവന്ന വസ്ത്രം കണ്ടിട്ട് ഞാൻ കരഞ്ഞുപോയതാണ് ഹബീബേ. റസൂലുള്ളാഹിന്റെ കുടുംബത്തിന് വല്ലതും പറ്റിയാൽ, റസൂലുള്ളാഹിന്റെ കുടുംബത്തിന് എന്തെങ്കിലും വിഷമം പറ്റിപ്പോയാൽ അവിടുന്ന് ആദ്യമായി കരയുന്നത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവാണ്. അല്ലാഹുവേ, അവിടുത്തെ മഹബ്ബത്ത് വെക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെച്ചതുകൊണ്ട് മാത്രമാണ് ഈമാന് പൂർണ്ണമാവുക. ഞാൻ വില നിസ്കരിക്കുന്നവനാണ്, ഞാൻ വില നോമ്പ് നോക്കുന്നവനാണ്, ഞാൻ കുറെ ഹജ്ജ് ചെയ്തവനാണ്, മറ്റുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായും മഹബ്ബത്ത് വെക്കാതെ, നബി തങ്ങളോട് സ്നേഹം വെക്കാതെ, നബി തങ്ങളോട് ഇഷ്ക് വെക്കാതെ ഒരു മനുഷ്യനും ഇവിടുന്ന് വിജയിക്കുന്നില്ല. കബറിലും ഒരു കബറാളെ വെക്കപ്പെട്ടാൽ ആദ്യമായി അവരോട് ചോദിക്കുന്നു, മാദാ തഖൂലു ഫീ ഹാദർ റജുൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചുകൊണ്ട് അവിടുന്ന് ചോദിക്കുകയാണ്, ഈ മനുഷ്യൻ ആരാണ്? ഇയാൾ ആരാണ്?
ഇയാളെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ച, അവിടത്തോട് സലാത്ത് വർദ്ധിപ്പിച്ച, അവിടത്തോട് ഇഷ്ക് വർദ്ധിപ്പിച്ച മനുഷ്യൻ അവിടെന്ന് പറയും, ഹുവ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണിത്. ഞാൻ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുണ്ട്, മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം റസൂലുള്ളാഹിന്റെ മദ്ഹ് ഞാൻ കണ്ടിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ വചനം ഞാൻ കേട്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പരിചയമുണ്ട്. ഇത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറയുമ്പോ അവിടത്തെ ചോദ്യം എളുപ്പമാവുകയാണ്. പിന്നീട് അവനക്ക് വിഷമമില്ല. ഖബറിലും മഹ്ശറയിലും ഹിസാബിലും അതുപോലെ തന്നെ സിറാത്തിലും ഒരു സമയത്തും അവനക്ക് പ്രശ്നമില്ല. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുഷയാണ്, നബി തങ്ങളുടെ മദ്ഹാണ്. അല്ലാഹുവിന്റെ അംബിയാ മുർസലീങ്ങളെ കുറിച്ചിട്ട് 25ഓളം നബിമാരെ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാ മുഹമ്മദ് എന്ന് അല്ലാഹു വിളിച്ചിട്ടില്ല. അല്ലാഹു യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. മറ്റുള്ള നബിമാരെ യാ വിളിച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാ വിളിച്ചിട്ടില്ല, യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. അതാണ് നബി തങ്ങളുടെ പ്രത്യേകത. മാത്രമല്ല, നാം 5 നേരം നിസ്കരിക്കുന്നു, 5 നേരം ബാങ്ക് വിളിക്കുന്നു, 5 നേരം ഇഖാമത്ത് വിളിക്കുന്നു. ഇതിലെല്ലാം റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ സഹിയാകുന്നില്ല. എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ വിളിച്ചില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്, നിസ്കാരം സഹിയല്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സലാം പറഞ്ഞില്ല എങ്കിൽ അവന്റെ നിസ്കാരം സഹി അല്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, ഓ നബിയായിട്ടുള്ളവരെ, അല്ലാഹുവിന്റെ രക്ഷ, അല്ലാഹുവിന്റെ സലാം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പറയാത്ത കാലത്തോളം അവന്റെ നിസ്കാരം സഹിയല്ല. മറിച്ചിട്ട് നിസ്കാരത്തിൽ എന്നെയോ നിങ്ങളെയോ വിളിച്ചാൽ, അല്ലെങ്കിൽ എന്റെ പിതാവിനെ ഞാൻ വിളിച്ചാൽ, അല്ലെങ്കിൽ എന്റെ ഉമ്മയെ ഞാൻ വിളിച്ചാൽ നിസ്കാരം ബാത്തിലാണ്. നേരെ മറിച്ച് റസൂലുള്ളാഹിനെ വിളിച്ചില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. ഇത് തന്നെയാണ് അല്ലാഹു കൽപ്പിച്ചിട്ടുള്ള നിയമം. എന്റെ ഹബീബിനെ നിങ്ങൾ സ്നേഹിക്കണം, എന്റെ ഹബീബിനെ നിങ്ങൾ പുകഴ്ത്തണം. എന്നെ വിളിക്കുമ്പോൾ എന്റെ ഹബീബിനെയും കൂടി നിങ്ങൾ വിളിക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിനെ പറഞ്ഞ ഉടനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞില്ല എങ്കിൽ ബാങ്ക് സഹീഹല്ല, ഇഖാമത്ത് സഹീഹല്ല, ഒരു ആരാധനയും സഹീഹല്ല. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായും മഹബ്ബത്ത് വെക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് വ്യക്തികൾ സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, കുവൈത്ത്, സൗദി, UAE, ഖത്തർ, ഒമാൻ, മസ്കത്ത് പോലെയുള്ള രാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം ഈ പരിപാടിക്ക് വേണ്ടി സഹായങ്ങൾ തന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടിയും സാദാത്യങ്ങളും പണ്ഡിതന്മാരും പിന്നീട് ദുആ ചെയ്യും. സാമ്പത്തികമായിട്ട് ഈ പരിപാടിയുടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മുഴുവനും നമ്മുടെ നാട്ടിലെ സുന്നി പ്രവർത്തകരായ ഗൾഫ് പ്രവാസികളാണ്. അല്ലാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സഹൃദയരെ, സഹോദരങ്ങളെ,
തഖ്വയുടെ ആത്മഹർഷതയിൽ, ആത്മീയതയുടെ ലഹരിയിൽ, നന്മയുടെ എളിമയിൽ വിജയത്തിന്റെ ഇതിഹാസവുമായി മുന്നോട്ട് ഗമിക്കുന്ന മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഒരു വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. إلى حضرة روح نبينا مصطفى محمد صلى الله عليه وسلم. الفاتحة. الحمد لله رب العالمين. إياك نعبد وإياك نستعين. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب من شر النفاثات في العقد من شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل القدر وتنفرج به القرب وتقضى به الحوائج وتنال الرغائب وحسن الخواتم واستسقى بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم اغفر لنا ذنوبنا خطايانا كلها. اللهم انشنا وجبرنا واهدنا بصالح الاعمال والأخلاق. انه لصالحها ولا يسر سيئها الا انت. اللهم توفنا مسلمين والحقنا بالصالحين. اللهم اغفر لنا ما سلف من ذنوبنا واحسنا فيما بقي من اعمالنا فان الخير كله بيديك وانت بنا رؤوف رحيم. اللهم اغفر لنا من خشيتك ما تحول به بيننا وبين معاصيك ما تبلغنا به جنتك ومن اليقين ما تهون علينا ومتعنا مصيبات الدنيا وترحمنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا وكف أيدي الكافرين والمنافقين والظالمين عنا يا حفي الألطاف ونجنا مما نخاف. اللهم اقض حاجاتنا يا قاضي الحاجات. اللهم اشف أمراضنا يا شافي الأمراض. الظاهرية والباطنية والروحانية يا شافي الأمراض. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനം നിറഞ്ഞ സാദാത്യങ്ങളെ, മുളൂർക്കൽ ഉസ്താദ് അവർ അടക്കമുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, SYS-ന്റെയും SSF-ന്റെയും കർമ്മധീരരായ നേതാക്കളെ, സഹോദര സഹോദരിമാരെ, പള്ളങ്കോട് ഹയാത്തുൽ ഇസ്ലാം സുന്നി മദ്രസ കമ്മിറ്റി സംഘടിപ്പിച്ച
മഹത്തായ ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിന്റെ സമാപന ദിവസത്തിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. ഇവിടെ ഒരുമിച്ചുകൂടിയതുപോലെ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, നമ്മുടെ സംഘടനയിൽ നിന്ന് മരണപ്പെട്ടു പോയ സാദാത്യങ്ങൾ, നേതാക്കൾ, കുടുംബമിത്രാദികൾ എല്ലാവരെയും അല്ലാഹു സ്വർഗീയ ലോകത്തിൽ വെച്ചുകൊണ്ട് ഗ്രഹിക്കുമാറാവട്ടെ. ഇതിൽ അർപ്പിതമായത് സ്വാഗതം ആശംസിക്കുക എന്ന കർമ്മമാണ്. 7 വർഷത്തോളമായി സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ഞങ്ങളുടെ ഈ നാട്ടിൽ മദ്രസ വളരെ ഭംഗിയായി നടന്നു വരികയാണ്. ഈ അവസരത്തിൽ സംഘടനാപരമായി തന്നെ വളരെ ഏറെക്കാലത്തെ പ്രവർത്തന പാരമ്പര്യമായി കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ പല സംഘടനകൾക്കും പല മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ചരിത്രം നമ്മുടെ സംഘടനക്കും നമ്മുടെ മദ്രസക്കും നമുക്ക് അവകാശപ്പെടാവുന്നതാണ്. ഇത് വെറും അവകാശവാദം മാത്രമല്ല, ഈ നാടിനും നാട്ടുകാർക്കും ചെയ്ത് കൊണ്ടാണ് ഈ കാര്യം നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വലിയ മഹത്തായൊരു സുന്നി സമ്മേളനം നടക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട പേരുടെ സ്ഥാനം സംബന്ധിപ്പിച്ചുകൊണ്ട് ത്വരീഖത്ത് വിശദീകരണം എന്ന പേരിൽ ഒരു മഹത്തായ പരിപാടി എന്ന് പറഞ്ഞാൽ ആ ത്വരീഖത്ത് നമ്മുടെ നാടിലും പരിസരങ്ങളിലും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആർക്കും അതിനെ ചോദ്യം ചെയ്യാനോ അതിനെതിരെ ശബ്ദിക്കാനോ ധൈര്യമില്ലാത്ത അവസരത്തിൽ ഈ മദ്രസ കമ്മിറ്റി ഉൾക്കൊള്ളുന്ന സംഘടനയാണ് അതിനെതിരെ പരിപാടി സംഘടിപ്പിക്കുകയും ആ തെറ്റായ വാദങ്ങളിൽ നിന്നും തെറ്റായ വിശ്വാസങ്ങളിൽ നിന്നും സമൂഹത്തെ ഉത്ബോധിപ്പിക്കാനും അവർ തെറ്റിത്തിരുത്താനും നമുക്ക് സാധിച്ചത്. ഇങ്ങനെയുള്ള എത്രയോ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളാണെങ്കിലും ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു സംഘടന ഈ മദ്രസ കമ്മിറ്റിയുടെ കീഴിലും അതിനു മുമ്പ് ഈ മദ്രസ കമ്മിറ്റി ഉൾക്കൊള്ളുന്ന സംഘടനാ പ്രവർത്തകരുമാണെന്നുള്ളത് ഈ നാട്ടുകാർക്കെല്ലാം അറിയുന്നതാണ്. അതുപോലെ തന്നെ ഈ അവസരത്തിൽ ഈ നാട്ടുകാരോടും ഉണർത്താനുള്ളത് നമ്മുടെ ഏറ്റവും വലിയ അഭിലാഷമായ ഒരു സെന്റർ, അഥവാ നമുക്ക് നമ്മുടെ ഓഫീസുകളിലെല്ലാം പ്രവർത്തിക്കാനുള്ള ഒരു സെന്റർ താജുൽ ഉലമ കേരള മുസ്ലിം ജമാഅത്ത് സെന്റർ എന്ന പേരിൽ ഒരു സെന്റർ ഇൻഷാ അല്ലാഹ് ജനുവരി 16-ന് ഈ പള്ളംകോട് വെച്ചുകൊണ്ട് പള്ളംകോടിൽ പേരൂർ ഉസ്താദ് ശിലാസ്ഥാപനം നടത്തിക്കൊണ്ട് ഒരു മഹത്തായ പരിപാടി കൂടി നടക്കാനുണ്ട് എന്നുള്ള കാര്യം പ്രവർത്തകരെയും മറ്റുള്ളവരെയും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് ചുക്കാൻ പിടിക്കുന്നത്, അതിന് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് കണ്ണവന്തങ്ങളും പള്ളംകോടും അബ്ദുൽ ഖാദിർ മദനി ഉസ്താദും നേതാക്കളാണ്. അതും നമ്മുടെ സംഘടനയും മദ്രസയും നേരത്തെ തന്നെ വളരെ ആഗ്രഹിച്ചുകൊണ്ടൊരു കാര്യമായിരുന്നു. അതിനും അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഏതാനും ദിവസങ്ങൾക്കകം അതും ഇവിടെ നടക്കാൻ പോവുകയാണ്. സന്തോഷ വാർത്ത ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കൂടുതലായും തന്നെ പറയുന്നില്ല. ഈ മദ്രസ പ്രവർത്തനം തുടങ്ങിയത് മുതൽ വളരെയധികം നല്ല നിലക്ക് സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസപരമായി വളരെയധികം പുരോഗതികളും നമുക്ക് ഈ നാട്ടിൽ ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ മാസാന്തം വീടുകളിൽ ദിക്ർ ഹൽക്കയും ഉത്ബോധന പ്രഭാഷണങ്ങളും അതുപോലെ റബീഉൽ അവ്വലിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ മദ്രസ വിദ്യാർത്ഥികളുടെ പരിപാടികളോടനുബന്ധിച്ചുകൊണ്ട് 1-2 ദിവസമുള്ള മതപ്രഭാഷണങ്ങളും ഈ കമ്മിറ്റിയുടെ കീഴിൽ നടന്നു വരികയാണ്. കൂടുതലായിക്കൊണ്ട് സംസാരിച്ചുകൊണ്ട് ഉസ്താദിന് സമയം കവറാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളെല്ലാവരുടെയും സഹായങ്ങളും പ്രാർത്ഥനകളും ഉണ്ടായിരിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ പ്രാർത്ഥന നടത്തി നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ എല്ലാ പരിപാടികളിലും നമുക്ക് സഹകരിക്കുന്ന നിർദ്ദേശങ്ങൾ ചെയ്യുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഇമ്പിച്ചിക്കോയ ഖലീസുല്ലാ തങ്ങളവറുകളാണ്. അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മദ്രസ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഈ മഹത്തായ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് SYSന്റെ ജില്ലാ പ്രസിഡന്റും
നമ്മുടെ നാട്ടുകാരനുമായ അതുപോലെ ഞങ്ങളുടെ എല്ലാ പരിപാടികൾക്കും നിർദ്ദേശങ്ങളും നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട പള്ളംകോട് അബ്ദുൽ ഖാദർ മദനി ഉസ്താദാണ്. ഉസ്താദിനും സ്വാഗതം ആശംസിക്കുന്നു. ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ആ സെന്ററിന്റെ ചെയർമാനും നമ്മുടെ എല്ലാ ആത്മീയ നേതാവുമായ ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ മുത്തുക്കോയത്തങ്ങൾ കണ്ണവൻ അവരുകളാണ്. അല്ലാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമുക്ക് മുഖ്യപ്രഭാഷണം നടത്തുന്ന 35 വർഷത്തിലധികമായി നമുക്ക് പള്ളിവേദികളിലും വളരെയധികമായ വിജ്ഞാനത്തിന്റെ യുവാക്കളുടെ ആവേശമായ ബഹുമാനപ്പെട്ട മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഉസ്താദ് അവர்களാണ്. അർഹമായ രൂപത്തിലുള്ള സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ വേദിയെ ധന്യമാക്കിയ ജമാഅത്ത് പ്രസിഡന്റ് PS മൊയ്തീൻകുട്ടി ഹാജി അവர்கள், അതുപോലെ അനീഫ ഫൈസി, ആദൂർ തങ്ങൾ, നമ്മുടെ റേഞ്ച് പ്രസിഡന്റ് സഖാഫി ഉസ്താദ് നൂറുദ്ദീൻ മൗലവി, അതുപോലെ തന്നെ സുള്ളിയ സെക്ടർ സെക്രട്ടറി അഹമ്മദ് കബീർ, നൂറുദ്ദീൻ മുസ്ലിയാർ തുടങ്ങിയ നേതാക്കൾക്കെല്ലാം സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി വളരെയധികം ദിവസങ്ങളോളം കഷ്ടപ്പാടുകൾ സഹിച്ച് ഇവിടെ സ്ഥലമൊരുക്കി തന്ന, 2 ദിവസത്തെ ഭക്ഷണം നൽകിക്കൊണ്ട് നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന ഈ സ്ഥലത്തിന്റെ ഉടമ PM അബ്ദുൽ നാസർ, അദ്ദേഹത്തിനേക്കും സ്വാഗതം ആശംസിക്കുന്നു. അള്ളാഹു അർഹമായ പ്രതിഫലം ഇരുലോകത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഗൾഫ് സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് കുവൈത്തിലുള്ള, സൗദിയിലുള്ള, UAE, ഖത്തർ തുടങ്ങിയ എല്ലാ രാഷ്ട്രങ്ങളിലുള്ള ഇവിടുത്തെ സംഘടനാ പ്രവർത്തകർ ഈ പരിപാടിക്ക് വേണ്ടി വളരെയധികം സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല പ്രതിഫലം നൽകുമാറാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ തലസ്ഥാനത്ത് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അഭിനന്ദരായ മുത്തുക്കോയത്തങ്ങളെ ആദരവോടെ ക്ഷണിച്ചു. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد حبيب الله وعلى آله وصحبه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ബഹുവന്യരായ സാദാത്യങ്ങൾ, നാം എല്ലാം നിലക്കും ആകാംക്ഷയോടുകൂടി പ്രതീക്ഷിക്കുന്ന മുഖ്യപ്രഭാഷകൻ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഉസ്താദ്, മറ്റ് സംഘടനാ നേതാക്കന്മാരെ, ഇവിടെ എത്തിച്ചേർന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം അവന്റെ പൊരുത്തത്തിലാക്കുമാറാകട്ടെ. ഹബീബുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തി കിട്ടുന്ന ഒരു മജ്ലിസായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സമയം വളരെ ദൈർഘ്യമാണ്. അല്ലാഹു തആല എല്ലാ നിലക്കും സന്തോഷത്തോടു കൂടി ഈ പ്രഭാഷണം വീക്ഷിക്കുവാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ കൂടിയവർക്ക് എല്ലാവർക്കും നല്ല നിലക്കുള്ള ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين ما بعد. ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം. അഭിനന്ദനായ മുള്ളൂർക്കര ഉസ്താദ് അവറുകൾ വളരെ ദീർഘയാത്ര കഴിഞ്ഞ് നമ്മുടെ കുഗ്രാമത്തിൽ എത്തിയതിൽ എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളങ്കോട് ഹയാത്തുൽ ഇസ്ലാം സുന്നി മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പദ്ധതികളുടെ ഒരു ഭാഗം മാത്രമാണ് ഇന്നിവിടെ നടക്കുന്നത്.
മദ്രസ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് മദ്രസ പഠിക്കുവാൻ വേണ്ടി ഉള്ള മദ്രസ മാത്രമല്ല, ആ മദ്രസയുടെ പുരോഗതിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന കമ്മിറ്റിയുമല്ല, മദ്രസ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധങ്ങളായ സാന്ത്വന പ്രവർത്തനങ്ങൾ വർഷങ്ങളായി ഈ കമ്മിറ്റി നടത്തി വരുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുക, രോഗികളെ സഹായിക്കുക, കല്യാണത്തിന് സഹായിക്കുക തുടങ്ങിയ വലിയ പദ്ധതികളാണ് വർഷങ്ങളായി ഈ മദ്രസ കമ്മിറ്റിയുടെ കീഴിൽ നടന്നു വരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയും വലിയ വലിയ പദ്ധതികൾ ഈ കമ്മിറ്റിയുടെ മുമ്പിലുണ്ട്. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണം. പള്ളങ്കോട് എന്ന് പറയുമ്പോൾ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടായി ജീവിക്കുന്ന ഒരു നാടാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബിദ്അഈ പ്രവർത്തനങ്ങളില്ല, പുത്തനാശയക്കാരില്ല. ആ നിലക്ക് പാരമ്പര്യമായി നിലനിർത്തിയിരുന്ന എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും അതേപടി നിലനിൽക്കുന്ന വലിയൊരു ബർക്കത്തുള്ള നാടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പരസ്പരം രണ്ട് ഗ്രൂപ്പ് എന്നത് സ്വാഭാവികമാണ്. അതിന്റെ പേരിൽ ഇവിടെ കലഹിക്കാറില്ല. പള്ളികളിലും പരിപാടികളിലും ഒക്കെ സഹകരിച്ചുകൊണ്ട് വളരെ നല്ല നിലയിൽ മുമ്പോട്ട് പോകുന്ന ഒരു നാടാണ്. ആ നിലക്ക് തന്നെ നമ്മുടെ നാടിനെ അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട്, ധാരാളം സയ്യിദുമാരും സ്റ്റേജിലുണ്ട്. സമയക്കുറവ് കൊണ്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട മുളൂക്കർ ഉസ്താദ് അവർകൾ, നമുക്കറിയാം, വലിയ അറിയപ്പെട്ട പ്രഭാഷകനാണ്. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാലം നമുക്ക് നേതൃത്വം കൊടുക്കാൻ, പ്രഭാഷണം നടത്താൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുവാൻ വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وآل كل من الصحابة أجمعين. أما بعد، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ومولانا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين